ഹായ് ഇന്നത്തെ നമ്മൾ ഹെയർ പാക്ക് നിങ്ങൾക്ക് ഒട്ടും ഹെയർ ഗ്രോത്ത് വരുന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവാണ്, എന്ത് പാക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു പാക്ക് തുടങ്ങിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ എന്ത് പാക്ക് അതിന് ശേഷിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഡെഡ് സെൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഇനി ഈ ഒരു പാക്കിലേക്ക് വേണ്ടത് നമ്മൾ ചെമ്പരത്തിപ്പൂവാണ്. ചെമ്പരത്തിപ്പൂ നിങ്ങൾ 5 തളിലേക്ക് ഇട്ട് നാടൻ കിട്ടുമോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് വീട്ടിലൊക്കെ ഉള്ള ചെമ്പരത്തിപ്പൂ എടുത്താൽ മതി. ഇല നിങ്ങൾ എടുക്കണ്ട. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. പുളിക്കാത്ത കഞ്ഞിവെള്ളം, അതായത് തലേന്നത്തെ കഞ്ഞിവെള്ളം എടുക്കരുത്. നമ്മൾ അന്ന് ഉണ്ടാക്കിയ കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഈ ഒരു വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അത്യാവശ്യം ഒരു വെള്ളം പോലെ ഇരിക്കും അത് ഉണ്ടാവുക. നമുക്ക് നല്ല ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ സ്മൂത്ത് ആക്കാനും നമ്മളെ ഹെയറിന്റെ കണ്ടീഷൻ തന്നെ ചേഞ്ച് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 സാധനങ്ങളാണ് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചെമ്പരത്തിയും. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് മുരിങ്ങേന്റെ ഇലയാണ്. മുരിങ്ങേന്റെ ഇല എഫക്റ്റ് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കേളി ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടും വോളിയം കൂടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണിത്. അപ്പോൾ നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമ്മൾ മുരിങ്ങേന്റെ ഇല എടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നെല്ലിക്കപ്പൊടി ആഡ് ചെയ്യുക കേട്ടോ. നെല്ലിക്കപ്പൊടി കുറച്ച് കട്ടിയായിട്ട് വരുന്ന പോലെ ആഡ് ചെയ്യുക. എന്താ വെച്ചാൽ നമ്മളിതൊരു ഭയങ്കര ലൂസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ ആക്കി എടുക്കണം. ഈ ഒരു പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നെല്ലിക്കപ്പൊടി. നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടി ഒരിക്കലും മിസ് ചെയ്യരുത്. നെല്ലിക്കപ്പൊടി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നെല്ലിക്ക വാങ്ങിയിട്ട് അത് ചതച്ചിട്ട് അതിന്റെ ഒരു ക്രീം പോലെ അല്ലെങ്കിൽ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യണം. സ്കാൽപ്പിൽ നമ്മളെ ഹെയറിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുക. ഇത് അത്യാവശ്യം നമ്മളെ സ്കാൽപ്പ് ഡ്രൈ ആക്കുന്ന പോലത്തെ ഒരു പാക്കാണ്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഡെഡ് സെൽസ് അതുപോലെ തന്നെ എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ അടിഞ്ഞു കിടക്കുന്ന ഒരു സ്കാൽപ്പാണ് നിങ്ങളെങ്കിൽ നമുക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഹെയറിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സ്കാൽപ്പ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് എന്ത് പാക്ക് ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനൊരു എഫക്റ്റ് കിട്ടുന്നില്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും അരിച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യരുത്. ഇത് അതേപോലെ നമ്മൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്കാൽപ്പിൽ ഈ ഒരു ഡെഡ് സെൽസോ അല്ലെങ്കിൽ ഈ പൊടി കാര്യങ്ങളൊക്കെ അടിഞ്ഞെടുക്കുന്നതിനെ കൊണ്ടായിരിക്കും നമ്മൾ റിസൾട്ട് നമുക്ക് കിട്ടാത്ത എന്ത് പാക്ക് ചെയ്തിട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മളെ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജെന്റിലായിട്ട് ഒരു മസാജ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഹാർഡായിട്ട് കൊടുക്കരുത്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിയുള്ളത് നമ്മൾ ഇതേപോലെ എൻ്റെ ഹെയറിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യണം. ഹെയറിൽ ഇത് മൊത്തത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് ഇത് കുറച്ച് ഡ്രൈ ആക്കുന്ന പാക്കാണ്. ഈ ഒരു പാക്ക് നിങ്ങൾ മാക്സിമം ഒരു 1 അവർ എങ്കിലും ഹെയറിൽ വെച്ചിരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എന്തായാലും വെക്കുക. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിക്കാതെ വാഷ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് താളി വേണമെങ്കിൽ ഉപയോഗിക്കാം. നോർമലായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അടുത്ത ദിവസം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്ന ഓയിൽ അപ്ലൈ ചെയ്യുക. ഷാമ്പൂ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഈ ഒരു രീതിയിലാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ സ്കാൽപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മളെ മുടിയുടെ ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു പാക്കൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടിയുടെ ടെക്സ്ചറും അതുപോലെ ഏതെങ്കിലും ഹെയർ പാക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടി പാകത്തിലേക്ക് ആക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.